ശ്ലോകം 2. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം. ശ്രുതദേവൻ എന്നു പേരായിട്ട് ഒരു ബ്രാഹ്മണൻ. ശ്രുതം ദ്വിജേന്ദ്രം, പേര് കേട്ട ആളാണ്. വലിയ ഭക്തനാണ്. അതുപോലെ തന്നെ ആ മിഥിലയിൽ ഉള്ള ഒരു ഭക്തനാണ് അവിടുത്തെ രാജാവ്. ബഹുലാശ്വം നൃപതിം. ബഹുലാശ്വൻ എന്നു പേരായ ആ രാജാവിനെയും രണ്ടുപേരെയും ഭഗവാൻ ഭക്തിപൂർണം, പൂർണ്ണമായ ഭക്തിയോടുകൂടിയ അവരെ രണ്ടുപേരെയും യുഗപത്വം അനുഗ്രഹീതു കാമോ. ഹേ ഭഗവൻ, രണ്ടുപേരും ഒരേ സമയത്ത്, അതായത് ഭഗവാൻ എപ്പോഴോ മിഥിലേക്ക് പോയതായ സമയത്ത് സുദേവനെയും കണ്ടു, ബഹുലാശ്വനെയും കണ്ടു. രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ഒന്ന് വരണേ വിരുന്ന്. രണ്ടുപേരും ഒരേ സമയം പറഞ്ഞു, യുഗവത്വം അനുഗ്രഹീതുകാമോ. ആയിക്കോട്ടെ, വരാം, നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ വരാം, അവരെ അനുഗ്രഹിക്കാം. അനുഗ്രഹിക്കണമെന്ന് കാമഹ, ആഗ്രഹമുള്ളവനായി. മിഥിലാം പ്രാപിത, അങ്ങനെ മിഥിലേക്ക് ഭഗവാൻ വന്നു. ആരാ കൂടെ? താപസൈ സമേത, 12 താപസന്മാർ കൂടെയാണ്. ശ്രേഷ്ഠന്മാരായിട്ടുള്ള താപസന്മാരാണ് അവരെല്ലാവരും കൂടി ഭഗവാനെ കാണാനായിട്ട് വന്നു. 12 താപസന്മാർ. ഒന്ന് നാരദൻ തന്നെ, 2 വാമദേവൻ, രാമായണത്തിൽ വരുന്നുണ്ട്, വാമദേവ മുനി. അത്രി, രാമായണത്തിൽ നാരായണത്തിലൊക്കെ വരുന്നുണ്ട്. വേദവ്യാസൻ, പരശുരാമൻ രാമായണത്തിൽ വരുന്നു. അസിതൻ, അത്ര പേര് കേട്ട ആളല്ല. അരുണി, ശ്രീശുകൻ, വ്യാസപുത്രനായ ശ്രീശുകൻ. ബൃഹസ്പതി, ദേവഗുരു ബൃഹസ്പതി. കണ്വൻ, കണ്ണു മഹർഷി. മൈത്രേയൻ, മൈത്രേയ മഹർഷി, ഭാഗവതത്തിൽ പ്രസിദ്ധനായിട്ടുള്ള ആൾ. ച്യവനൻ, അങ്ങനെ 12 പേര്. നാരദൻ, വാമദേവൻ, അത്രി, വേദവ്യാസൻ, പരശുരാമൻ, അസിതൻ, അരുണി, ശ്രീശുകൻ, ബൃഹസ്പതി, കണ്വൻ, മൈത്രേയൻ, ച്യവനൻ. ഇവരോടുകൂടി മിഥിലയിൽ എത്തിച്ചേർന്നു. ഇനി രണ്ടുപേരുടെ അടുത്തേക്കും ഒരേ സമയത്താണ് പോകേണ്ടത്. അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും ഈ 2 രൂപ നൽകുകയാണ്, എല്ലാവർക്കും. ശ്ലോകം 3. ഗച്ഛന്തി മൂർത്തി. എല്ലാവരും 2 രൂപം എടുത്തു. ഭഗവാനും 2 രൂപം എടുത്തു. ഒരു കൂട്ടർ ശ്രുതദേവൻ്റെ അടുത്തേക്ക് പോയി, ഒരു കൂട്ടർ ബഹുലാസിൻ്റെ അടുത്തേക്ക് പോയി. ഉഭയോർ യുഗവന്നികേതം, രണ്ടുപേരുടെയും ഗൃഹത്തിലേക്ക്, ശ്രുതദേവൻ്റെ ആശ്രമത്തിലേക്ക്, ബഹുലാസിൻ്റെ കൊട്ടാരത്തിലേക്ക്. അതാണ് അവരുടെ നികേതം. ബഹുലാസിൻ്റെ അടുത്തേക്ക് പോയവരുടെ കാര്യം ആദ്യം പറയുന്നു. ഏകേന, അത് ബഹുലാസൻ രാജാവ്. ഭൂരി വിഭവൈ, എല്ലാ വിഭവങ്ങളുമുണ്ട്. ഡൈനിങ് ടേബിൾ തന്നെ സ്വർണം കൊണ്ട്, അതാണ്. സകലവിധ വിഭവങ്ങളോടുകൂടി. വിഹിതോപചാര, അങ്ങനെ അവർക്ക് ഉപചാരം അർപ്പിച്ചു. ഭക്തിയോടുകൂടി ഈ താപസന്മാർക്കും ഭഗവാനും ബഹുലാശൻ ഈ വസ്തുക്കളെല്ലാം
അർപ്പിക്കുകയുണ്ടായി. സാമഗ്രികൾ ഭഗവാനെ അർപ്പിക്കുകയാണ് ചെയ്തതെന്നർത്ഥം. ഈശ്വരാർപ്പണമായിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറയില്ലേ, അതുപോലെയാണ്. അത്രത്തോളം ഭക്തന്മാരാണ് അവർ രണ്ടുപേരും. ബഹുലാശൻ ഈ വസ്തുക്കളെ ഭഗവാനടക്കം ഈ താപസന്മാരടക്കം എല്ലാവർക്കും അർപ്പിക്കുകയുണ്ടായി. പിന്നെയോ അവിടുന്ന് അത് കഴിച്ചു, അവർ തിരിച്ചു. സുതദേവൻ്റെ അടുത്തേക്ക് പോയവരോ അന്യേന, ആ മറ്റേ ആൾ എങ്ങനെയുള്ള ആളാണ്? തദ്ദിനഭൃതൈഹി, അദ്ദേഹം അന്ന് പോയി അനേകം ഗൃഹങ്ങളിൽ പോയി മറ്റുള്ളവരിൽ നിന്ന് യാചിച്ചു വാങ്ങുന്നതാണ് വ്രതം. അത് സാധാരണ പോകുന്ന സമയത്ത് പിന്നെ യാചിക്കേണ്ട ആവശ്യമില്ല, അവർ കൊണ്ടുവന്ന് കൊടുക്കും. മറ്റുള്ളവർ എന്തു നൽകുന്നുവോ, എന്താ നൽകിയത്? ഫലൗദനാദ്യൈഹി, ചിലർ പഴം, ചിലർ ഓദനം, ചോറ്, അങ്ങനെ എന്തൊക്കെ നൽകിയോ അതെല്ലാം കൊണ്ടുവന്ന്, അപ്പോൾ ശിഷ്യന്മാരുണ്ടാവും കൂടെ, എല്ലാം കൊണ്ടുവന്ന് ഗുരുവിൻ്റെ കയ്യിൽ അവർ ഏൽപ്പിക്കും. ഗുരു അതിനെ ശിഷ്യന്മാർക്കും ഇവരും, ഇപ്പോൾ കൃഷ്ണനും താപസന്മാരും കൂടി എത്തിയിട്ടുണ്ട്, അവർക്കെല്ലാവർക്കും അതിനെ പങ്കിട്ടു. തദ്ദിനഭൃതൈഹി, അന്നത്തെ ദിവസം ഭഗവത് കാരുണ്യത്താൽ ഭക്തന്മാർ നൽകിയതായ ആ വിഭവങ്ങളെയെല്ലാം ഭഗവാനും ഈ താപസന്മാർക്കും പിന്നെ തൻ്റെ ശിഷ്യന്മാർക്കും, ഫലൗദനാദ്യങ്ങളാണ് അതിനർത്ഥം. പഴത്തിനാണ് അവിടെ പ്രാധാന്യം, കുറച്ച് ചോറുമുണ്ട്, അതാണ് രണ്ടുപേരും. അപ്പോൾ രണ്ട് കൂട്ടർ പോയി രണ്ടുപേരും കഴിച്ചു വന്നു. ഭഗവാൻ തുല്യം പ്രസേദിത, രണ്ടുപേരിലും ഒരേപോലെ പ്രസാദിച്ചു എന്നർത്ഥം. കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണിക്കാൻ ഭഗവാന് ഭേദബുദ്ധിയില്ല. അതാണ്. രാജാവ് അദ്ദേഹത്തിന് അധികം അനുഗ്രഹം നൽകിയോ? ഇല്ല. രാജാവിനും അതുപോലെ ആ താപസനായ സുതദേവനും രണ്ടുപേർക്കും ഒരേപോലെയുള്ളതായ അനുഗ്രഹം. തുല്യം പ്രസേദിത, പ്രസാദിക്കുക, അനുഗ്രഹിക്കുക, രണ്ടുപേരിലും ഒരേപോലെ അനുഗ്രഹം ചൊരിഞ്ഞു. എന്നിട്ടോ ദദാതജ മുക്തിമാഭ്യം, അഭ്യാം, ഇവർക്ക് രണ്ടുപേർക്കും മുക്തിം ദദാത, മുക്തിയെ, അതായത് ആ ജന്മത്തോടുകൂടി കഴിഞ്ഞു, പിന്നെ ഒരു ജന്മമില്ല എന്നർത്ഥം. അതാണ് മുക്തി. സംസാര ദുഃഖത്തിൽ നിന്നുള്ള മോചനമാണ് മുക്തി. അപ്പോൾ മുക്തി എന്ന് പറഞ്ഞാൽ പിന്നീട് ജനനമില്ല. ജനനമരണ പ്രക്രിയകളുണ്ടാകുന്ന ഈ സംസാര സാഗരത്തിൽ നിന്ന് അവരെ കടത്തിവിട്ടു എന്ന് വെച്ചാൽ ഭഗവാനുമായി ഐക്യം പ്രാപിച്ചു. ദദാഥജ മുക്തിമാഭ്യം. അങ്ങനെ അവരെ അനുഗ്രഹിച്ചതിന് ശേഷം സന്താന ഗോപാലത്തിലേക്ക് കടക്കുകയാണ്.